ഹലോ. അപ്പം നമ്മൾ ജേണലിങ് ഒരുപാട് കാണാറുണ്ടല്ലേ? പലതരത്തിൽ യൂട്യൂബിൽ തന്നെ ധാരാളം കാണാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ 2 റെയിൽവേ ടിക്കറ്റ്സ് ഉണ്ടായിരുന്നേ. ഇടയ്ക്കെപ്പോഴും നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് വന്നപ്പോൾ ഉള്ള ടിക്കറ്റാണേ. ആ ടിക്കറ്റ് വെച്ചിട്ട് നമുക്കൊരു ജേണലിങ് ചെയ്താലോ? ചെറിയ രീതിയിലാണേ ചെയ്യുന്നത്. എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണേ. പക്ഷേ അത് എത്രത്തോളം ശരിയാണ് തെറ്റാണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇപ്പം ഒരു സ്ട്രെസ് റിലീഫ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ജേണലിങ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അന്നൊക്കെ നമ്മുടെ സ്കൂളിൽ എന്താണ് ചെയ്തിരുന്നത്, ടീച്ചർമാർ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമ്മളുടെ അടുത്ത് ആൽബം ചെയ്യാൻ പറയുമായിരുന്നല്ലോ. തൂവൽ ശേഖരണം, സ്റ്റാമ്പ് ശേഖരണം, കോയിൻസ്, അങ്ങനെയൊക്കെ. പിന്നെ ചരിത്രകാരന്മാരുടെ ആൽബം, ചിത്രകാരന്മാർ, പക്ഷികൾ, മൃഗങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് വെർഷനായിരിക്കും. ഇപ്പോൾ ഇന്ന് പറയണ കണക്ക് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് 90s കിഡ്സ് എന്ന് പറയില്ലേ, ആ 90s കിഡ്സിൽ വരുന്ന ഒരാളാണ് ഞാനും.